സജീഷ് കൊത്തുന്നുണ്ടോടാ? എവിടെ ഈ പുഴയിലെ മീന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണമെന്ന് തോന്നാളെ. കരിമീനേ പൊറോട്ടയാണ് ഇഷ്ടം, നിനക്കറിയോ? കരിമീൻ പറഞ്ഞോ ഒന്ന് കൂടാപ്പാ. കരിമീൻ പോയിട്ടൊരു പാണമ്പളത്തിൽ പോലും ഇതിനകത്തില്ല. ഒന്ന് ക്ഷമിക്കേ, രജീഷ് കപ്പയും പൊഴിഞ്ഞതായിട്ട് വരട്ടെ. നമുക്ക് കപ്പയും പൊറോട്ടയും കൂടി മിക്സ് ചെയ്ത് പരീക്ഷിക്കാം. പോകാനുള്ളത് പോയി. ഞാനേ രാവിലെ എന്തെങ്കിലും കഴിച്ചില്ല ഗ്യാസ് പോങ്ങായിരുന്നു. മൂങ്ങയുടെ അല്ലെങ്കിൽ മാങ്ങ വീണാവില്ലല്ലോ. നിർത്തിക്കോ പണി നിർത്തും. ചൂണ്ടൽ നിർത്തും. എന്തായാലും നന്ദി. ഇപ്പൊ കുടിച്ചു ഇതെന്താ ഇന്ന് 1/2 ലിറ്ററേ ഉള്ളൂ? ചേച്ചിക്ക് 1/2 ലിറ്ററെങ്കിലും കിട്ടിയല്ലോ. പശു പാലും ബക്കറ്റ് തട്ടിക്കളഞ്ഞേ. ഇതാണ് കൊച്ചൻ നിന്റെ തലയ്ക്ക് മുകളിൽ സൂര്യ ഇരിക്കുന്ന 8 മണിക്കാണ്. വയറിൻ്റെ ഉള്ളിലെ അറബിക്കടലിലെ തിരകളെന്ന് ഇളക്കളമാണെങ്കിൽ നിന്റെ ഈ തോട്ടംപാൽ കുടിക്കണം. തോട്ടുംപാലോ? അല്ല തോട്ടംപാൽ ആട്ടുംപാൽ അല്ല. നീ ആ കട്ടക്കുഴിത്തോട്ടിലെ വെള്ളമേ നാട്ടുകാരെ കുടിപ്പിക്കുന്ന മൈക്ക് വെച്ചുകൂട്ടി പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ആ അങ്ങനെയെങ്കില് നിങ്ങൾ നാളെ തൊട്ട് ഡയറി പോയിട്ട് പാല് മേടിച്ചാൽ മതി കേട്ടല്ലോ. അങ്കിളെ അവള് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റോ അങ്കിളുടെ മോന്തക്ക് ഇട്ടിട്ട് ഒരു പഞ്ച് തന്നാലുണ്ടല്ലോ റിസ്റ്റുകാരന്റെ ബാക്ക് പോലെ ഇരിക്കും. ഇതാണ് ഉത്തമന്റെ വീട്. സമതേ, കാലും ഞാനും ഉത്തമനും പഴയ ചങ്ങാതിമാരായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നിച്ച് പഠിച്ചതാണ്. നമ്മളിപ്പോഴത്തെ പ്രശ്നം അതല്ല. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളെ പാർട്ടിക്ക് അംഗബലമാണ്. അതിന് അസോസിയേഷനിൽ നമുക്ക് ഗ്രിപ്പ് വേണം. കൂടെ ഇതെന്നാ പറയണ്ട. ആദ്യം ആ ഉത്തമനെ വാരികലാക്കാൻ നോക്ക്, എന്നാലേ കാര്യം നടക്കൂ. ഇതെന്റെ ഉറപ്പ്. അതൊക്കെ എനിക്കറിയാം. നീ വാ. ഹലോ, സോറി, വീട് മാറിപ്പോയി. ഞങ്ങൾ വിചാരിച്ചു ഉത്തമന്റെ വീടായിരിക്കുന്നു. നില്ല ഇത് തന്നെ ഉത്തമന്റെ വീട്. ഞാൻ പറഞ്ഞില്ലേ ഇതന്നെ ഉത്തമന്റെ വീട്. ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ടേ ഒത്തിരി കാലമായി. നിങ്ങൾ ഇങ്ങോട്ടൊക്കെ ഉള്ള വഴി മറന്നോടാവേ. അല്ല ഉത്തമ, കഴിഞ്ഞ ന്യൂ ഇയറിനെ നമ്മൾ ആ വീട്ടിൽ വെച്ചല്ലേ കമ്പനി കൂടിയത്. കമ്പനി കൂടിയതെന്ന് പറഞ്ഞാൽ നമ്മള് കള്ളുകൂടി നിർത്താനുള്ള കമ്പനി ആയിരുന്നല്ലോ അത്. ഇപ്പൊ ആ വീട് വാടകയ്ക്ക് കൊടുത്തേക്കുവാ അല്ലേ? കാണിച്ചു തരാൻ നീയേ ആ മോട്ടർ അങ്ങ് ഓഫ് ചെയ്തേക്ക് കേട്ടോ. നിങ്ങൾ വന്ന കാലിൽ നിൽക്കാതെ നിന്ന കാലിൽ ഇരിക്കാൻ നോക്ക്. അല്ല നമുക്കേ അകത്തിരുന്ന് സംസാരിക്കാം. നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ. എന്നാ പിന്നെ അവിടെ ഇരുന്നു മോട്ടർ ഓഫ് ചെയ്താ. അല്ല, വീട്ടുകാർ തന്നെ വന്ന്. അവള് വന്നിട്ട് ഒരാഴ്ചയേ ഉള്ളൂ. 10 കൊല്ലം കൂടുമ്പോഴേ വരുള്ളൂ. ഓ, മരുഭൂമിയിൽ നീരോഗം ഉണ്ടല്ലേ. വേരുണങ്ങിയ മരിപ്പച്ചക്ക് വെള്ളം കിട്ടിയിട്ട് എന്താ കാര്യം? നിങ്ങൾ വന്ന കാര്യം ഞാൻ ആ പാർട്ടിയെ വിട്ടു. വനജേനെ വിട്ട കേസ് ഇവിടെ വന്നാണ് പറയണേ. ഞാൻ ആ കവല വരുമ്പോ പറഞ്ഞാ പോലെ. ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയെ വിട്ടു. അതായിരുന്നോ? എന്താ പരിപാടി? ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേ ആള് സ്വതന്ത്ര സ്ഥാനത്തേറ്റ് മത്സരിക്കണ്ടെന്ന്. ആണോ? ഉത്തമേടാ, അസോസിയേഷന്റെ പ്രസിഡന്റ് അല്ലേ, നമുക്ക് കുറച്ച് അണികളെ ചേർക്കണം. അതെ, ഞാനിപ്പോ ചെകുത്താനും കടലിനും എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകും. ഞാനെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലതും നടക്കും. എന്റെ തീപ്പട്ടി ഒന്ന് കത്തിയ ഞാനിവിടെ കതിനയ്ക്ക് തീ കൊടുക്കും. അത് ശരി, ഇവളിവിടെ പാലുമെള്ള കൊടുക്കാനുള്ള പരിപാടിയാണല്ലേ? ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. നാട്ടുകാർ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ബോധ്യായി. ഇവിടെ പിടിക്കണം. മൊബൈൽ എടുക്കാം. എപ്പോ എടുത്തെന്ന് ചോദിച്ചാൽ മതി. ഇവളുടെ പിറകിലേ ഞാൻ കുറേ നടന്നതാ. പട്ടി ചന്തയ്ക്ക് പോയതൊക്കെ പിന്നെ പറയാം. ഞാൻ വേഗം വീഡിയോ എടുക്കണം.
15 ലിറ്ററും ഉണ്ട്, 150 ആൾക്കാരും ഉണ്ട്. ഇതെങ്ങനെ ഞാൻ കൊടുത്ത് ഒപ്പിക്കാനാ? ആ, ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ലെന്നല്ലേ. 2 ദിവസം ഇതങ്ങനെ ഒപ്പിക്കാം. ആര് കാണാനാ? പാലിൽ പുഴവെള്ളം കയറ്റി ആൾക്കാരെ പറ്റിക്കണമല്ലോ നിന്റെ ജോലി. ഇത് ഞാൻ ശരിയാക്കി തരാം. അതിന് ഇതിൽ പാലൊന്നും ഇല്ലല്ലോ, ഞാൻ പാത്രം കഴുകിയതാ. ഞങ്ങൾ കണ്ടല്ലോ വെള്ളം മുക്കി ഒഴിക്കണത്. നിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പിലേക്ക് തട്ടിയാൽ മതി, നീയേ വൈറലാകും. നിന്നെ ഞങ്ങൾ നാട്ടിക്ക് മോളെ. എല്ലാ ഗ്രൂപ്പിലേക്ക് ഇട്. നിന്റെ പുറകെ ഒരുപാട് ഞാൻ നടന്നതാ. എന്തായിരുന്നു അഹങ്കാരം. ഓ നിന്ന് ഡയലോഗ് അടിക്കാതെ വേഗം സെന്റ് തോന്നി. സെന്റ് ജോർജ് ഇപ്പൊ സെന്റ് തോന്നി. അത് കൊള്ളാം. സുബിയേട്ടാ, എൻ്റെ സ്നേഹം നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇഷ്ടം മനസ്സിലല്ല വേണ്ടത്. എൻ്റെ മനസ്സ് സുബേട്ടൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. സുബേട്ടൻ എവിടം വരെ പോകുമെന്നറിയാനാ ഞാൻ മൗനം പാലിച്ചത്. എനിക്ക് മനസ്സിലായി എല്ലാ അഭിനയമാണെന്ന്. അവൾക്കണ്ട് സത്യമായിട്ട് ഇഷ്ടടാ. അവള് പാവല്ലടാ. ഞാൻ വെറുതെ വരുന്നതാണെന്ന് തോന്നുന്നുണ്ടോ സുബിയേട്ടന്? വിശ്വസിക്കരുതേ, പാലില് വെള്ളം ചേർക്കണതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ വാക്കാ വലുതെങ്കിൽ അവരെ വിശ്വസിച്ചു. എനിക്ക് അനി വിശ്വാസ പോടാ. സുബിയേട്ടാ, ഇനി വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ സെൽഫി എടുത്തിട്ട് എല്ലാ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യും. ആനിമോളെ സെൽഫി എടുക്ക്. ഒരു കാണട്ടെ. കാണാ കാണ്. ആനിമോളെ പോസ്റ്റ് ഇട്. എല്ലാ ഗ്രൂപ്പിലും തട്ടിക്കോ. നിങ്ങൾ ഡിലീറ്റ് ചെയ്യണേ. നീ എന്താടാ വിചാരിച്ചത്? നീ പറയുമ്പോഴേക്കും നിന്റെ മുമ്പിൽ മൂക്കും കുത്തി വീഴുന്ന പെമ്പിള്ളേരെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. കേട്ടല്ലോ, ആ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട. എന്നാ നിന്റെ ഫോണ്. ഇത് ഐറ്റം വേറെയാ കേട്ടോ. നീ അങ്ങനെ ഞങ്ങളെ മൂഞ്ചിച്ചാണ് പോകലടേ. എന്റെ പൊന്ന് സുബി, മനുഷ്യ ശരീരത്തിൽ ആകെ 24 വാരിയല്ലേ ഉള്ളൂ. നിന്റെ 48 എണ്ണം തെളിഞ്ഞു കാണാലോടാ. ആരോടാ ഈ മാതിരി ഇടിച്ച്? തട്ടിയിട്ടതാ ഉത്തമ ചേട്ടാ. അയ്യോ ഞാൻ ചവിട്ടി തരും. പെണ്ണങ്ങടിയൊക്കെ ഇടി മേടിച്ചോണ്ട് വരുമ്പോ ഓർക്കണമായിരുന്നു. ഞാനൊന്ന് ചവിട്ടി തിരുമ്പട്ടെ. നീ അങ്ങ് തിരുമടി. മതി റാണി, മതി. അയ്യോ എന്റെ ശരീരം മുഴുവൻ വേറെയാണ്. നിന്നെ ചവിട്ടി തിരുമ്പോഴാണ് വേണ്ടത്. നിന്നെ ഉണ്ടല്ല ആവിയിലിട്ട് പുഴുങ്ങണം. അതാ ഞാൻ ചെയ്യാൻ പോണത്. അയ്യോ അതൊന്നും വേണ്ട, ചേച്ചി ഒന്ന് തടവി തന്നാ മതി. ചേച്ചി അങ്ങനെ തടവണില്ല. കൃഷ്ണൻ വൈദ്യം പറട്ടാ. പിന്നെ ഞാൻ പുഴുങ്ങി കാണിച്ചു തരാം. നീ തടവണ്ടി തിരുമണ്ടി. അയ്യോ എനിക്ക് വെള്ളം കുടിക്കാൻ താഴ്ക്കണേ. 200 ഏറി. ഇത്തവണ ഞാൻ 500 അടിക്കും. ഇവിടെ മൊബൈലും കുത്തി പിടിച്ചോണ്ടിരിക്കും. രാവിലെ കാപ്പൂരിയൊന്നും വേണ്ടേ? അങ്കിളെ ഇതൊരു ഓൺലൈൻ ആപ്പാ. ഇതിൽ ഞാൻ 200 അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്കിളിന് ആപ്പ് വേണം. വേണ്ടായേ, അല്ലേ തന്നെ ഞാനൊരു ആപ്പിപ്പെട്ടിരിക്കുക. ഇവിടെ അണ്ണാർക്കണ്ണനും തന്നാലായിരുന്നു, നീ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. മണിച്ചേട്ടന്റെ സിനിമയല്ലേ? ഓ അതല്ലടോ, നമ്മളിത് ഇങ്ങോട്ട് വന്നേക്കുന്നത് അറമാതിക്ക് അടിച്ചു കളിക്കാനും ഫുഡ് കഴിക്കാനും. മാമി എന്നോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓ ആദ്യത്തെ അവസാനത്തെ മോനെ, ആദിത്യ
നമ്മൾ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത്? നിന്റെ മാമി, അതായത് എന്റെ മരുമോള് ഇലക്ഷൻ ജയിപ്പിക്കാനല്ലേ? അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെ ഒരു മനുഷ്യൻ എന്തൊക്കെ വേണം നിനക്കറിയാമോ? അറിയാം. ഡ്യൂക്ക് ബൈക്കും മൊബൈലും ലാപ്ടോപ്പും എന്നാലല്ലേ വ്ളോഗർ ആവാൻ പറ്റുള്ളൂ. എന്താ ചെക്ക വ്ളോഗിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്? പുതിയ കണ്ടന്റ് വല്ലതും കിട്ടിയാ? മാമിയുടെ അടുത്ത് വന്നതിന് ശേഷം എന്റെ വ്യൂസ് ഒക്കെ കുറഞ്ഞു. ഒരു കാര്യം ചെയ്താലോ, അങ്കിളിനെ വെച്ചൊരു പ്രാങ്ക് ചെയ്താലോ? എങ്ങനെയുണ്ട്? അങ്കിള് ഭിക്ഷക്കാരനും മാമി ഭിക്ഷക്കാരിക്കും. സൂപ്പർ അല്ലേ? ഇറങ്ങിയാലേ നമ്മൾ അസലായിട്ടും പിച്ചക്കാരാവും. പ്രാങ്കൊന്നും വേണ്ട, ഒറിജിനൽ ആയിരിക്കും.